എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് പദബന്ധങ്ങൾ, അതായത് ടേംസുകൾ തമ്മിലുള്ള കണക്ഷൻ. ഇവിടെ ഞാൻ 3 സീക്വൻസുകൾ, അരിതമെറ്റിക് സീക്വൻസുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ 1, 2, 3, 4, 5, 6, 7, അതായത് നമുക്കറിയാം എണ്ണൽ സംഖ്യകൾ അല്ലേ. അപ്പോൾ എണ്ണൽ സംഖ്യകളിലെ ഏതാനും പദങ്ങൾ, ഒരു 7 ടേംസുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ. അടുത്തത് നോക്കിയാൽ അടുത്ത നമ്മുടെ ഓഡ് നമ്പേഴ്സ് അല്ലേ, 1, 3, 5, 7, 9 അങ്ങനെ തുടങ്ങുന്ന ഒരു സീക്വൻസ്. അതിലെ ഒരു 5 ടേംസുകൾ ഞാൻ ആദ്യത്തെ 5 ടേംസുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ ഇവിടെ ഈവൺ നമ്പേഴ്സ് അല്ലേ, 6, 8, 10, അതും ഒരു 3 ടേംസുകൾ അല്ലെ, ഒരു സീക്വൻസിലെ 3 ടേംസുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയാൽ ആദ്യത്തെ ഈ സീക്വൻസ് എടുക്കാം, 1, 2, 3, 4, 5, 6, 7 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എത്ര, 1, 2, 3, 4, 5, 6, 7 പദങ്ങളുണ്ട് അല്ലേ, 7 ടേംസുകളുണ്ട്. ഇതിൻ്റെ തുക എത്രയാണ്? തുക കിട്ടണം, നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഓരോന്നും കൂടി കൂട്ടണം അല്ലേ. അപ്പോൾ 1, 2, 3, 3, 3, 6, 4, 10, 15, 6, 21, 7, 28 അല്ലേ. അപ്പോൾ ഇതിൻ്റെ തുക നമുക്ക് 28 എന്ന് കിട്ടി. ഇനി ഇതാണെങ്കിലോ 1, 3, 4, 4, 5, 9, 9, 7, 16, 9, 25 അല്ലേ. അപ്പോൾ ഇതിൻ്റെ തുക 25 സം. ഇനി ഇതാണെങ്കിലോ 6, 8, 14, 10, 24 അല്ലേ. അപ്പോൾ ഇവിടെ 24, ഇതിൻ്റെ തുക 24. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും ഇങ്ങനെ കൂട്ടി നോക്കാതെ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇവിടെ നോക്കിയേ, ഈ സീക്വൻസ്, ആദ്യത്തെ സീക്വൻസ് എടുക്കാം. ഇവിടെ 7 പദങ്ങളുണ്ട് അല്ലേ. അപ്പോൾ 7 പദങ്ങളാകുമ്പോൾ അതായത് എന്താണ്, ഈ ടേംസുകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണ് അല്ലേ, അതായത് 7 എണ്ണാണുള്ളത് അല്ലേ. അപ്പോൾ അതായത് അതിലെന്തുണ്ടായിരിക്കും, ഒരു നടുവിൽ ഒരു മിഡിൽ ഒരു ടേം ഉണ്ടായിരിക്കും അല്ലേ, മിഡിൽ ഒരു സംഖ്യ ഉണ്ടായിരിക്കും 7 എണ്ണാകുമ്പോൾ അല്ലേ. അതായത് ഇതിൻ്റെ മിഡിൽ കിടക്കുന്നത് ഏതാണ്, നമുക്കറിയാം ഇതാണ് മിഡിൽ കിടക്കുന്നത് അല്ലേ, 4. അതേസമയം ഈവൺ നമ്പർ ആണെങ്കിലോ, ഇതിപ്പോൾ 8 കൂടി ഉണ്ടെന്ന് വിചാരിക്കും, അങ്ങനെയാണെങ്കിലോ മിഡിൽ 2 എണ്ണം വരും അല്ലേ. അപ്പോൾ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഈ ടേംസുകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിലത്തെ കാര്യമാണ് ആദ്യം നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു മിഡിൽ നമ്പർ ഉണ്ട്, അതായത് ഇവിടെ 4 അല്ലേ. ഇനി എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കിയാൽ ഇവിടെ മൊത്തം 1, 2, 3, 4, 5, 6, 7 അല്ലേ, 7 ടേംസുകളുണ്ട്. മിഡിലെ ടേം 4 അല്ലേ. അപ്പോൾ നമ്മൾ 4നെ മൊത്തം 7 ടേംസുകളുണ്ട്, 4 × 7 നമുക്ക് എത്ര കിട്ടും, 7, 4, 28 അല്ലേ. ഇതേ സംഖ്യ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഏതാണ് മിഡിൽ നമ്പർ, മിഡിൽ കിടക്കുന്നത് 5 ആണ് അല്ലേ. എത്ര ടേം ഉണ്ട്, 5 ടേം ഉണ്ട് മൊത്തം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ 5 മിഡിൽ നമ്പർ 5 ടേമുകളുണ്ട് അല്ലേ. അപ്പോൾ 5 × 5 25. അപ്പോൾ ഇവിടെയും നമുക്ക് നോക്കിയാൽ സമ്മ് കിട്ടി അല്ലേ. ഇനി ഇവിടെ ആണെങ്കിലോ മിഡിൽ നമ്പർ 8 ആണ്, 3 ടേമുകളുണ്ട് അല്ലേ. അതായത് 8 × 3, 3 × 8, 24. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് എങ്ങനെ ചെയ്താൽ മതി, ഒരു അരിതമെറ്റിക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒറ്റ സംഖ്യ, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ടേംസുകളുടെ എണ്ണം ഒറ്റയാണെങ്കിൽ, അതായത് ഓഡ് നമ്പർ ആണെങ്കിൽ അതിനൊരു മിഡിൽ നമ്പർ ഉണ്ടായിരിക്കും. ആ മിഡിൽ നമ്പറിനെ മൊത്തം എത്ര ടേംസുകളുണ്ടോ അതുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ സമ്മ് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി നിൽക്കേണ്ട കാര്യമില്ല. അതായത് ഒരു അരിതമെറ്റിക് സീക്വൻസിലെ ടേമുകളുടെ സമ്മ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, S സം എന്ന് പറയുന്നത് എന്ത് വരും, m × n. മനസ്സിലായല്ലോ. അതായത് ഇതിൽ m എന്ന് പറഞ്ഞാൽ എന്താണ്, m എന്ന് പറഞ്ഞാൽ മിഡിൽ നമ്പർ, n എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് ടേംസ്, എത്ര ടേമുകളുണ്ടോ അത്രയും. മനസ്സിലായ, അതാണ് ഇവിടെ മിഡിൽ നമ്പർ 4 × എത്ര ടേംസ് ഉണ്ട്, 7 ടേംസ്. അപ്പോൾ നമുക്ക് സമ്മ് കിട്ടി. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇത് എവിടെ മാത്രം നടക്കുള്ളൂ, ഇവിടെ മിഡിൽ നമ്പർ കിട്ടാന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയിരിക്കണം അല്ലേ, എണ്ണം ഓഡ് നമ്പർ ആയിരിക്കണം. അപ്പോൾ ഏത് കേസിലാണിത്, നമ്പർ ഓഫ് ടേംസ് ഈസ് ഓഡ് നമ്പർ. ഓഡ് നമ്പർ ആണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ അതിലൊരു മിഡിൽ നമ്പർ ഉണ്ടാവും. ആ മിഡിൽ നമ്പറിനെ എത്ര എണ്ണം ഉണ്ടോ ടേംസ് അതുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സമ്മ് കിട്ടും. മനസ്സിലായല്ലോ. വളരെ പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും ഓർമ്മയിൽ വെക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മിഡിൽ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, മിഡിൽ നമ്പർ കിട്ടാൻ നമുക്കറിയാം, മിഡിൽ നമ്പർ കിട്ടാൻ സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ മിഡിൽ നമ്പർ നോക്കിയാൽ ഇതിൽ നിന്ന് നമുക്ക് മിഡിൽ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ മതി, സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ സമ്മിനെ ബൈ
n, അതായത് എത്ര നമ്പർ ടേംസുകളുണ്ടോ ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മിഡിൽ നമ്പർ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതറിഞ്ഞാൽ നമുക്ക് ഇതും അറിയാം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും, മിഡിൽ നമ്പർ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ എസ് സം ബൈ n, അതായത് നമ്പർ ഓഫ് ടേംസ്. ഇനി നമ്മൾ അടുത്ത കാര്യം പറയാൻ പോകണം, ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. അതിലിപ്പോൾ നമ്മൾ ഈ ടേം എടുത്തു അല്ലേ, ഈ ടേം എടുത്തു. ഇതിൻ്റെ തൊട്ട് മുമ്പിലും തൊട്ട് പിന്നിലുള്ള സംഖ്യകളൊന്ന് നോക്കിയാൽ, ഇതിൻ്റെ തൊട്ട് മുമ്പിൽ 5, തൊട്ട് പിന്നിൽ 3 അല്ലേ. ഇത് തമ്മിലൊന്ന് കൂട്ടി നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 5ഉം 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടും അല്ലേ, 8 കിട്ടും. അതായത് നോക്കിയാൽ 4ൻ്റെ ഇരട്ടിയാണ് 8, ശരിയല്ലേ? ഇനി നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ ഇപ്പുറത്തെ 2 സംഖ്യകളൊന്ന് കൂട്ടി വയ്ക്കുക, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 + 6, അതും നമുക്ക് 8 കിട്ടും അല്ലേ. ഇനി ഇവർ തമ്മിലൊന്ന് കൂട്ടി വയ്ക്കുക, 1ഉം 7ഉം 8, അപ്പോൾ നമുക്ക് 8 കിട്ടും. ഇതിൻ്റെ ഇരട്ടിയായിരിക്കും എപ്പോഴും കിട്ടുക അല്ലേ. അതായത് നമ്മൾ ഏത് സംഖ്യ എടുത്താലും മിഡിൽ നമ്പർ തന്നെ വേണമെന്നില്ല. ഇപ്പം നോക്കിയാൽ ഈ സീക്വൻസിൽ ഇപ്പം ഞാൻ ഈ 2 എടുത്തു അല്ലേ, 2 എടുത്തു, 2ൻ്റെ ഇപ്പുറത്തത് 3, ഇതിൻ്റെ പുറകിലുള്ളത് 1 അല്ലേ. അപ്പോൾ നോക്കിയാൽ കൂട്ടി വയ്ക്കുക, 1ഉം 3 എത്രയാണ്? 4. 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഇരട്ടി അല്ലേ. ഇനി ഞാൻ 6 എടുത്തു എന്ന് വിചാരിക്കാം, 6 എടുത്തു. ഇനി 6ൻ്റെ മുമ്പിലും പിമ്പിലും ഏതൊക്കെയാണ്? 5ഉം 7ഉം അല്ലേ. 5ഉം 7ഉം 12 അല്ലേ, 12. അതായത് 6ൻ്റെ ഇരട്ടിയാണ് 12. അതായത് ഒരു സീക്വൻസിലെ, അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു പദം എടുത്താൽ ആ പദത്തിൻ്റെ തൊട്ട് മുമ്പിലും തൊട്ട് പിമ്പിലുമുള്ള സംഖ്യകളുടെ തുക എപ്പോഴെന്തായിരിക്കും? നാം എടുത്ത ആ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും. ഇതും നമുക്ക് എപ്പോഴും ആവശ്യം വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഏതെടുത്താലും ഇപ്പോൾ 7 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇപ്പുറം എന്തായിരിക്കും? ഇതിൻ്റെ ഇരട്ടി, 2ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി കിട്ടും. അപ്പോൾ 7ൻ്റെ ഇരട്ടിയാണ് 5ഉം 9ഉം 14. ഇനി നമ്മൾ ഒരേ സ്ഥാനം തന്നെ മുന്നിലേക്ക് പോയി വിചാരിക്കും. ഇപ്പോൾ നോക്കിയാൽ 2 സ്ഥാനം മുന്നിലേക്ക് പോയി അല്ലേ. അപ്പോൾ ഇവിടെ 6, ഇവിടെ 2 സ്ഥാനം പിന്നോട്ട് പോയി 2. ഇനി ഇവ തമ്മിൽ കൂട്ടിയാലും 6ഉം 2ഉം 8 അല്ലേ. അപ്പോഴും ഈ ജോഡികളൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എത്രയായിരിക്കും? ഈ നാം എടുത്ത ഏത് നമ്പറാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും. ഇനി നമുക്ക് നോക്കിയാൽ ഒരു സീക്വൻസ് ഇപ്പോൾ 5, 10, 15, 20, 25. ഈ സീക്വൻസിന് മിഡിൽ ടേം നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. ഇത് തന്നിട്ടില്ല. പകരം എന്ത് തന്നിട്ടുണ്ട്? ഈ മിഡിൽ ടേമിൻ്റെ മുന്നിലും പിന്നിലുമുള്ള 2 ടേമുകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതായത് ഒരേ ജോഡി, ഇപ്പോൾ ഒന്നുകിൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ളത് അല്ലെങ്കിൽ 2 സ്ഥാനം നീങ്ങിയിട്ടുള്ളത്, അതിൻ്റെ തുക നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് നമുക്ക് നോക്കിയാൽ ഈ 10ഉം 20ഉം ഇതിൻ്റെ തുക എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്മ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ 5 ടേമുകളുടെ സമ്മ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം മിഡിൽ ടേം കിട്ടുകയാണെങ്കിൽ നമുക്ക് മിഡിൽ ടേം ഇൻറ്റു n അല്ല 5 × 15 ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സമ്മ് കിട്ടും അല്ലേ. ഇവിടെ നമുക്കിത് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, തന്നിട്ടില്ല. പകരം എന്ത് തന്നിട്ടുണ്ട്? ഈ 10ഉം 20ഉം അല്ലേ, 2 ടേമുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഈ 10ഉം 20, അത് 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്മ്, ഏത് സമ്മ്? ഒരു ജോഡി, കണ്ടില്ലേ, ഒരേ ഡിസ്റ്റൻസിലുള്ള ഒരു ജോഡി സംഖ്യകൾ, ഒരു ജോഡി പദങ്ങളുടെ തുക 30 ആണ്, സമ്മ് 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 5 ടേമുകളുടെയും തുക എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്? S = ഇവിടെ നമ്മൾ സംഭവം എങ്ങനെയാണ്? n/2 ഇൻറ്റു സം ഓഫ് 1 പെയർ. അതായത് n എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ടേമുകളുണ്ടോ അത് നോക്കാം. ഇവിടെ എത്ര ടേമുകളുണ്ട്? 5 ടേമുകൾ അല്ലേ. അതായത് 5/2 ഇൻറ്റു സം ഓഫ് 1 പെയർ. സം എത്ര വരും? ഇവിടെയൊക്കെ 10ഉം 20ഉം ആണെങ്കിൽ 30 അല്ലേ, ഇൻറ്റു 30. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഈ പേരാണെങ്കിലും 25ഉം 5ഉം 30 അല്ലേ. ഇനി നോക്കിയാൽ 2 30 ക്യാൻസൽ ചെയ്ത് 15, 15 ഇൻറ്റു 5 75 അല്ലേ. ഇതൊന്ന് കൂട്ടി നോക്കിയാൽ നമുക്ക് 75 കിട്ടും. അപ്പം ഇങ്ങനെ വരികയാണെങ്കിൽ നാം എന്ത് ചെയ്താൽ മതി? S = n/2 ഇൻറ്റു സം ഓഫ് 1 പെയർ. അപ്പം ഇത് സാധാരണ ചോദിക്കൽ വളരെ കുറവാണ്. എപ്പോഴും ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പം ഇതാണ് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. അപ്പോൾ എപ്പോഴും ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 26 കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി 4th ടേം ഓഫ് എ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 4th ടേം, 4ാമത്തെ ടേം 8 ആണ്. ദി സം ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ്. അതായത് ഇവിടെ നമുക്ക് അടിയിൽ കുറച്ച് പെയറുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ സമ്മുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അവയുടെ തുക. മനസ്സിലായല്ലോ? അതായത് നോക്കിയാൽ ഒരു സീക്വൻസിലെ 4ാമത്തെ ടേം 8 ആണ്.
ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യത്തെ ജോഡി നോക്കിയാൽ തേർഡ് ആൻഡ് ഫിഫ്ത്ത്, മൂന്നാമത്തെയും നാലാമത്തെയും ടേമുകളുടെ തുക എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ക്ലിയർ ആയല്ലോ? നാലാമത്തെ ടേം വന്നിട്ടുണ്ട്, മൂന്നാമത്തെയും അഞ്ചാമത്തെയും ടേമുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മൂന്നാമത്തെയും അഞ്ചാമത്തെയും ടേമുകൾ നമുക്കറിയില്ല അല്ലേ? അപ്പോൾ ഇത് മൂന്നാമത്തെ ടേം, പിന്നെ നാലാമത്തെ ടേം 8 എന്ന് തന്നിട്ടുണ്ട്, പിന്നെ അഞ്ചാമത്തെ ടേം നമുക്കറിയില്ല അല്ലേ? ഇതാണ് സംഭവം. അതായത് ഇത് തേർഡ് ടേം, ഇതാണ് നമ്മുടെ ഫോർത്ത് ടേം 8, ഇത് നമ്മുടെ ഫിഫ്ത്ത് ടേം അല്ലേ? ഫിഫ്ത്ത് ടേം. അപ്പോൾ ഇത് രണ്ടും നമുക്കറിയില്ല, ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇവ തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? അതായത് ഒരു അരിതമെറ്റിക് സീക്വൻസിൽ ഒരു പദം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നിലും തൊട്ട് പിന്നിലുമുള്ള സംഖ്യകളുടെ തുക എപ്പോഴെന്തായിരിക്കും? ഈ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും അല്ലേ? അതായത് ഇതിപ്പോൾ മൂന്നാമത്തെ ടേം, നാലാമത്തെ ടേം നമുക്ക് തന്നിട്ടുണ്ട്, അഞ്ചാമത്തെ ടേം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ അപ്പുറം ഇപ്പുറല്ലേ ഈ 3ഉം 5ഉം കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 3ഉം 5ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? ഇതിൻ്റെ ഇരട്ടി കിട്ടണം അല്ലേ? നമുക്ക് സം എത്ര കിട്ടും? സമ്മ് നടുവിലെ ടേം എത്രയാണ്? 8 × 2, അതായത് 16. അപ്പോൾ അതായിരിക്കും സം. ഇനി അതിൽ രണ്ടാമത് ബി, രണ്ടാമത് എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കിയാൽ, സെക്കൻഡ് ആൻഡ് സിക്സ്ത് ടേം, സെക്കൻഡ് ടേമും സിക്സ്ത് ടേം, രണ്ടാമത്തെയും ആറാമത്തെയും ടേമുകൾ തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം. അപ്പോൾ രണ്ടാമത്തെയും ആറാമത്തെയും ടേം എന്ന് പറയുന്നത് നോക്കിയാൽ ഇത് മൂന്നാമത്തെ ടേം അല്ലേ? അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നിലാണ് രണ്ടാമത്തെ ടേം, ഇവിടെയാണ് രണ്ടാമത്തെ ടേം വരെ അല്ലേ? ഇവിടെയാണ് നമ്മുടെ ആറാമത്തെ ടേം വരെ. അതായത് ഇത് സിക്സ്ത് ടേം, ഇത് നമ്മുടെ സെക്കൻഡ് ടേം അല്ലേ? അപ്പോൾ ഇവിടേക്ക് ഈ 8ൻ്റെ ഒരേ അകലത്തിലാണ് ഈ രണ്ടും കിടക്കുന്നത് അല്ലേ? അതായത് ഒന്ന് രണ്ടാമത്തെ, മുന്നിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തത്, പിന്നിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ അല്ലേ? അപ്പോൾ ഇവ തമ്മിൽ കൂടി കൂട്ടിയാലും എന്ത് കിട്ടും നമുക്ക്? ഇവ തമ്മിൽ കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? ഇതിൻ്റെ ഇരട്ടി തന്നെ കിട്ടും അല്ലേ? അപ്പോൾ ഇവ തമ്മിൽ കൂടി കൂട്ടിയാലും ഇരട്ടി കിട്ടും. അത് ഒരേ സ്ഥാനങ്ങൾ നീങ്ങിക്കിടക്കുകയാണെങ്കിൽ അവ തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അവിടെ നമുക്ക് സം എത്ര കിട്ടും? 8 × 2, 16. ഇനി മൂന്നാമത്തെ ജോഡി ഏതാണ് തന്നിട്ടുള്ളത് നോക്കിയാൽ, ഫസ്റ്റ് ആൻഡ് സെവൻത്ത് ടേം, ഒന്നാമത്തെ ടേമും ഏഴാമത്തെ ടേമും. അതും ഇതേപോലെ തന്നെയാണ് വരുന്നത് അല്ലേ? ഇവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ ടേം വരാം, ഏഴാമത്തെ ടീം ഇവിടെ വരും അല്ലേ? അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ 3 സ്ഥാനം നീങ്ങിയിട്ടല്ലേ? ഇവിടുത്തെ ഒരേ അകലത്തിലാണ്, മുന്നിലേക്കും പിന്നിലേക്കും ഒരേ അകലത്തിലുള്ള 2 ടേമുകളാണ്. അപ്പോൾ അത് തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിൻ്റെ ഇരട്ടി തന്നെ കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? സം ഈസ് ഈക്വൽ ടു 8, 8ൻ്റെ ഇരട്ടി, അതായത് 16. ഇനി അത് രണ്ടാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി സം ഓഫ് തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേം? അതായത് മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ടേമുകളുടെ തുക എത്രയായിരിക്കും എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? അതായത് 3ഉം 4ഉം 5ഉം ഈ 3 ടേമുകളുടെ തുക എത്രയായിരിക്കും എന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ്? ഈ 3 ടേമുകളുടെ തുക കിട്ടാൻ എന്ത് വേണം? സമ്മ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? മിഡിൽ ടേം നമുക്കറിയാം 8 അല്ലേ? 8 അറിയാം. ഇവിടെ 3 പദങ്ങളുണ്ടെന്നറിയാം, അതായത് നമ്പറും അറിയാം നമുക്കല്ലേ? അപ്പോൾ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ എന്താണ് ഇക്വേഷൻ പഠിച്ചത്? എസ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൻ അല്ലേ? എം ഇൻറ്റു എൻ, അതായത് എം എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം, നടുവിലെ പദം, എൻ എന്ന് പറഞ്ഞാൽ എത്ര ടേമുകളുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ടേമുകളുടെ കാര്യം ചോദിക്കുന്നത്? 1, 2, 3 ടേമുകൾ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു എം, മിഡിൽ ടേം 8 ഇൻറ്റു എൻ, 3 ടേമുകളാണ് വേണ്ടത് അല്ലേ? അപ്പോൾ 8 × 3 24. ഇനി എന്താണ് അതിൽ മൂന്നാമത് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി സം ഓഫ് 5 ടേംസ് ഫ്രം സെക്കൻഡ് ടു സിക്സ്ത്? അതായത് 2 മുതൽ 6 വരെയുള്ള 5 ടേമുകളുടെ തുക എത്രയായിരിക്കും? മനസ്സിലായല്ലോ? അതായത് രണ്ടാമത്തെ ടേം മുതൽ 6ാമത്തെ ടേം വരെയുള്ള ഇത്രയും ടേമുകൾ, അതിൻ്റെ തുക എത്രയായിരിക്കും എന്നാണ് ചോദ്യം.
2 മുതൽ 6 വരെ അല്ലേ? അപ്പോൾ 1, 2, 3, 4, 5 ടേമുകളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5 ടേമുകളുടെ തുക എന്ന് പറയുമ്പോൾ ഇതാണ് മിഡ് ടേം അല്ലേ? അപ്പോൾ നമുക്ക് മിഡ് ടേം അറിയാം, 8 ആണെന്നറിയാം, 5 ടേമുകൾ ഉണ്ടെന്ന് അറിയാം അല്ലേ? അപ്പോൾ നമ്മുടെ സം എങ്ങനെ കണ്ടുപിടിക്കും? S മിഡ് ടേം അല്ലേ? M × N. അപ്പോൾ ഇവിടെ വ്യത്യാസമൊന്നുമില്ല. S M × N. മിഡ് ടേം എന്ന് പറഞ്ഞാൽ 8 ആണ്. N എത്ര വരും ഇവിടെ? 2 മുതൽ 5 വരെയാണ് അല്ലേ? 6 വരെയാണ് അല്ലേ? അപ്പോൾ 1, 2, 3, 4, 5 ടേമുകൾ. അപ്പോൾ 8 × 5 40. ഇനി അടുത്തെന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് സം ഓഫ് 7 ടേംസ് ഫ്രം 1 to 7? അതായത് 1 മുതൽ 7 വരെയുള്ള ടേമുകളുടെ തുക എത്രയായിരിക്കും? അതായത് 1 മുതൽ 7 വരെ എന്ന് പറഞ്ഞാൽ 7 നമ്പറുകൾ വരുന്നുണ്ട് അല്ലേ? അതിൻ്റെ മിഡ് ടേം നമുക്കറിയാലോ, 8 ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ എങ്ങനെ സംഭവം കണ്ടുപിടിക്കുക? സെയിം ഇക്വേഷൻ തന്നെ അല്ലേ? S M × N. മിഡ് ടേം 8 ആണ്. എത്ര ടേമുകൾ വരുന്നുണ്ട്? 7 ടേമുകൾ അല്ലേ? അപ്പോൾ 8 × 7 7 8 56. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് രണ്ടാമത്തെ ചോദ്യം? ദി കോമൺ ഡിഫറൻസ് ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് 2 ആൻഡ് ദി സം ഓഫ് ദി 9th, 10th ആൻഡ് 11th ടേം ഈസ് 90. കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി കോമൺ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ്. ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്ക് D = 2 2 പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ ദി സം ഓഫ് ഏതിൻ്റെ ഒക്കെ? 9th, പിന്നെ 10th, പിന്നെ 11th. ഈ 3 ടേമുകളുടെയും തുക നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 90. അതായത് 9ാമത്തെ ടേം പ്ലസ് 10ാമത്തെ ടേം പ്ലസ് 11ാമത്തെ ടേം ഇത് 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 90 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 ടേമുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, 3 ടേമുകളുടെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് 90 അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ 3 ടേമുകൾ കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഈ തന്നതിൽ നിന്ന് നാം ഇപ്പോൾ പഠിച്ച കാര്യം അല്ലേ? 3 ടേമുകളുണ്ട്, അതുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 90 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മിഡ് ടേം കണ്ടുപിടിക്കാം അല്ലേ? മിഡ് ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇവിടെ മിഡ് ടേം ഏതാണ്? 10th ടേം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 10th ടേം കണ്ടുപിടിക്കാം. അപ്പോൾ മിഡ് ടേം ഇവിടെ 10th ടേം ഇല്ലേ? അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ 10th ടേം എന്ത് വരും? നമുക്കറിയാം, നാം പഠിച്ച ഇക്വേഷൻ S M × N അല്ലേ? M × N ആണ്. അപ്പോൾ അതിൽ നിന്ന് മിഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? M = സമ്മ് ബൈ നമ്പർ ഓഫ് ടേംസ് അല്ലേ? അപ്പോൾ മിഡ് ടേം നമുക്ക് കിട്ടാൻ എന്ത് വേണം? സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? അപ്പോൾ 90 ബൈ എത്ര ടേം ഉണ്ട്? 1, 2, 3 ടേം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 10th ടേം കിട്ടി. എത്രയാണെന്ന് കിട്ടി? നമുക്ക് 30 ആണെന്ന് കിട്ടി 10th ടേം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ ടേമുകൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ 1ാമത്തെ ടേം കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് പറഞ്ഞ് പിടുത്തം കിട്ടും. കാരണം എന്താ? നമുക്ക് കോമൺ ഡിഫറൻസ് വന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട് അല്ലേ? നമുക്കൊരു ടേം വന്നിട്ടെങ്കിൽ അതായത് 10th ടേം അറിയാമെങ്കിൽ, 10th ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമുക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിച്ചൂടെ? നാം മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാം. അതായത് ഇവിടെ നിൽക്കിയ കോമൺ ഡിഫറൻസ് അറിയാം, 10th ടേം അറിയാം അല്ലേ? അപ്പോൾ നമുക്കറിയാം xn, നമ്മൾ മുമ്പ് പഠിച്ച ഇക്വേഷൻ xn = x1 + n - 1 × d. ഓർമ്മയില്ലേ? ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? 1ാമത്തെ ടേം കണ്ടുപിടിക്കാമല്ലോ. x1 = ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം അല്ലേ? xn - n - 1 × d. അതായത് xn എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് 10ാമത്തെ ടേമാണ് അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. x10 - n എന്ന് പറഞ്ഞാൽ 10 - 1 × d 2 x10 എത്രയാണ്? 30 10 - 1 9 × 2 അല്ലേ? അതായത് 30 - 18 എത്ര കിട്ടും? 12.
ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പദം. അപ്പോൾ ഒന്നാമത്തെ പദം കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് 2 കൂട്ടി കൂട്ടി പോയാൽ പോരെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റ് ടേം എത്രയാണ്? 12 അല്ലേ. സെക്കൻഡ് ടേമാ 12ഉം 2ഉം 14. തേർഡ് ടേം 14ഉം 2ഉം 16. മനസ്സിലായില്ലേ? അപ്പോൾ 12, 14, 16 അങ്ങനെ പോകുന്നു. ഇനി നമുക്ക് നോക്കിയാൽ ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ ഉപയോഗിക്കും? ഇത് തന്നെയാണ് സാധനം. നമുക്ക് വേറെ രീതിയിലാണെങ്കിൽ നോക്കിയാൽ ഇവിടെ നമുക്കറിയാം ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ നമുക്ക് 10ാമത്തെ ടേം അറിയാം നമുക്ക് അല്ലേ, 30 ആണെന്ന് അറിയാം. അപ്പോൾ ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം 10ാമത്തെ ടേം കിട്ടാൻ? 9 പ്രാവശ്യം കൂട്ടണം അല്ലേ. അതായത് ഒന്നാമത്തെ ടേം ഇപ്പോൾ x1 ആണെങ്കിൽ x1ൻ്റെ കൂടെ 9 കോമൺ ഡിഫറൻസ് 9d കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടണം. 10ാമത്തെ ടേം നമുക്ക് കിട്ടണം. x1ൻ്റെ കൂടെ x1 പ്ലസ് 9d 9 ഇൻറ്റു d എത്രയാണ്? 2 = 30. അതായത് x1 പ്ലസ് 9 ഇൻറ്റു 2 18 അല്ലേ. 18 = 30. അപ്പോൾ x1 = 30 മൈനസ് 18 അതായത് 12. അപ്പോൾ ഇത് തന്നെയാണ് ഇത്. ഇവിടെ എന്താണ് നമ്മൾ n-1 എന്ന് കൊടുത്തല്ലേ. അതായത് ഇവിടെ നമ്മൾ ഡയറക്റ്റ് 1 കുറച്ചിട്ട് 9d എന്ന് എഴുതി. അതിന് പകരം നമ്മൾ n-1 അതായത് 10 - 1 എന്നിട്ടു അല്ലേ. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് നമ്മളെപ്പോഴും പഠിച്ച ഇക്വേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇതിൽ കൊടുത്തെന്ന് മാത്രം. അതല്ലെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ